സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളങ്ങനെ കഥ കേൾക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഞാൻ എന്താണ് എൻ്റെ ക്യാരക്ടർ എന്ന് പോലും ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഒന്ന് സിൽസാർ ഞാൻ ആദ്യമായിട്ട് എൻ്റെ മുഖം സ്ക്രീനിൽ കാണിച്ചു തന്ന സിൽസാറാണ് മുദ്ര എന്ന് പറയുന്നത്. അതിന് ശേഷം ചെയ്തതാണ് ദശരഥം, ഭാരതം. അപ്പം ഇങ്ങനെയുള്ള ഗംഭീരമായിട്ടുള്ള സിനിമകളിലൂടെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്, സിൽസാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയിലേക്ക് ഒരു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ആ കാലത്ത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദേവദൂതൻ്റെ കഥ കേട്ടിട്ട് പോലുമില്ല. എന്നെ കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നു. ഓഡീഷനിൽ വന്നിട്ട് കോസ്റ്റ്യൂമൊക്കെ ട്രൈ ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടാണ് തിരിച്ചു വിട്ടത്. എനിക്കറിയില്ല ആ സിനിമയിൽ ഞാൻ ഉണ്ടാവുമോ എന്നുള്ളതൊന്നും എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. പിന്നീട് ഒരു കോൾ എനിക്ക് കിട്ടുന്നത് ഷൂട്ട് തുടങ്ങിയതിന് ശേഷമാണ്. ഊട്ടിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് രജിതയെ വിളിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു കോമ്പിനേഷനിൽ ഞാൻ ഭാഗമാവാന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ്.